എല്ലാവരും സുഖമല്ലേ? ഇന്ന് ലിവറിനെ കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ചിക്കൻ ലിവറാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ ബീഫും മട്ടനും ഒക്കെ ലിവർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്ക്, ചിലപ്പോൾ ഇഷ്ടാവും. വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ. ജീരകത്തിൻ്റെയും പെപ്പറിൻ്റെയും ടേസ്റ്റാണ് മുന്നേ നിൽക്കുക. പിന്നെ പെരുംജീരകം 1 ടീസ്പൂൺ, കുറച്ച് മതി. പിന്നെ പെപ്പർ നിറയെ വേണം, 1.5 ടേബിൾ സ്പൂൺ മിനിമം വേണം. പിന്നെ ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്കും അതൊരു 1.5 ടേബിൾ സ്പൂൺ. പിന്നെ മുളക് പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. മല്ലിപ്പൊടി അതൊരു 1/2 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ഗരം മസാല, അതേത് ബ്രാൻഡായാലും സാരില്ല, വീട്ടിലുള്ളതായാലും സാരില്ല, അതൊരു ടീസ്പൂൺ. പിന്നെ ഉപ്പ്. പിന്നെ ഹോൾ സ്പൈസസിൽ ഒരു 3-4 ക്ലോവ്സും പിന്നെ സ്റ്റാർ ആനീസിൻ്റെ 2 ഫ്ലോററ്റ്സ് മാത്രം മതി. പിന്നെ കരിവേപ്പില നിറയെ വേണം. ഇതിപ്പോൾ 2 എടുത്തിട്ടുണ്ട്, കൂടുതലുണ്ടെങ്കിൽ എടുത്തോ. പിന്നെ ഒരു സവോള ചോപ്പ് ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ആണ്. ഇതിപ്പോൾ ഞാൻ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചിക്കൻ ലിവർ ഞാൻ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ നല്ലോണം വിനീഗറിൽ വാഷ് ചെയ്തെടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ വെള്ളത്തിലൊഴിച്ചിട്ട് റിപ്പീറ്റഡായിട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് ഡ്രെയിൻ ചെയ്യുക. അപ്പോൾ ആ സ്മെല്ലൊക്കെ മാറും. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ജീരകവും പെരുംജീരകവും ക്ലോവ്സും സ്റ്റാർ ആനീസും എല്ലാം ഇട്ടിട്ട് നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പൊടികളെല്ലാം ആഡ് ചെയ്യാം. ആദ്യം ജിഞ്ചർ ഗാർലിക് ഇടണം. അതൊന്ന് പച്ചമണം മാറുമ്പം അതിലേക്ക് പൊടികളിടുക. ഇവിടെയൊക്കെ ഫ്ലെയിം വളരെ മിനിമം ഇതിൽ വെക്കണം, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും. ഇത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അതൊക്കെ ഇട്ടു. അതൊന്നിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടി കരിയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10 സെക്കൻഡൊക്കെ ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് സവോള ഇടാം. സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാം. അപ്പോൾ സവോള സോഫ്റ്റായി കിട്ടും. അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ആ തക്കാളി ഇടാം. തക്കാളി സോഫ്റ്റ് ആവുന്നവരെയും വഴറ്റണം. ഞാനിന്ന് പൾപ്പാണ് എടുത്തിട്ടുള്ളത്. അതില്ലാത്തവർ ഒരു തക്കാളി അരിഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞിട്ട് ഇട്ടാൽ മതി. അത് നല്ലോണം വഴറ്റിയെടുക്കുക. ബീഫിൻ്റെയും മട്ടൻ്റെയും ലിവർ കുറച്ചും കൂടെ ടൈം എടുക്കും കുക്കാവാൻ വേണ്ടിയിട്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിൽ ആദ്യം കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒരു 2 വിസിലാവുന്നവരെ വേവിച്ചെടുത്തിട്ട് പിന്നെ ഈ പ്രോസസ്സ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇടുക. എന്നിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്ത ലിവർ ഇതിലേക്ക് ഇടാം. നല്ലോണം വിനീഗറിൽ കഴുകിയതുകൊണ്ട് ആ ഒരു സ്മെല്ലെല്ലാം കുറേ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഇളക്കിയെടുക്കാം. ഈ സ്റ്റേജിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ലിവറിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം നല്ലോണം വരും. നിങ്ങൾ മട്ടനും ബീഫൊക്കെ പ്രഷർ കുക്ക് ചെയ്തിട്ടാണ് ലിവറിൻ്റെ അകത്തേക്ക് ഇടുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ വെള്ളം ഉണ്ടാവില്ലേ, അത് അവിടെ കിടന്നോട്ടെ, അത് പിന്നെയും ഒന്ന് വെന്തോട്ടെ. ഇത് ഞാൻ ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇടുമ്പം ഇപ്പം വെള്ളം ഒഴിക്കുന്നില്ല. അതിൻ്റെ അകത്ത് നിന്ന് വെള്ളമെല്ലാം വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ലാസ്റ്റിൽ വെള്ളം ഇടാം. പിന്നെ ഞാൻ പെപ്പർ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ലിവറിൻ്റെ അകത്തുനിന്നുള്ള വെള്ളമൊക്കെ വന്നിരിക്കുകയാണ്. ഈ സ്റ്റേജിൽ ഈ ലിവറിൻ്റെ അകത്തേക്കൊന്നും ഈ ഫ്ലേവേഴ്സ് ഇറങ്ങിയിട്ടുണ്ടാവില്ല. 5 മിനിറ്റിലൊന്നും കുക്കായിട്ടുണ്ടാവും. ഏകദേശം കുറച്ച് പിങ്ക് കളറുണ്ട്, എന്നാലും ഏകദേശം കുക്കായിട്ടുണ്ട്.
പക്ഷെ നമുക്ക് വെറുതെ കുക്കായാൽ പോരാ, അതിലേക്ക് ഫ്ലേവേഴ്സ് എല്ലാം ഇറങ്ങേണ്ടതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കണം. അപ്പം ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി അത് വറ്റിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് അത് അവിടെ നിന്ന് സിമ്മർ ആയിക്കോട്ടെ. ഇത് പെപ്പർ, ബാക്കിയുള്ള കറി ലീവ്സും പിന്നെ കുറച്ച് മിൻറ്റ് എടുത്തിട്ടുണ്ട്. കൊറിയാൻഡർ ഉണ്ടെങ്കിൽ അതും എടുത്തോ. അതൊന്ന് കുറച്ച് വറ്റി വരുമ്പോൾ ഞാൻ കരിവേപ്പിലിട്ടു. എന്നിട്ട് നന്നായിട്ട് നമുക്ക് പെപ്പർ ലാസ്റ്റ് ഇട്ടാൽ മതി. എന്നിട്ട് മിൻറ്റ് ലീവ്സും ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ബീഫിൻ്റെയും മട്ടൻ്റെയും ലിവർ പ്രഷർ കുക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യാനും പറ്റും. പക്ഷേ കുറേ നേരം കൂടെ വേവിക്കുക. കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റിൽ നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിലേക്ക് ചെറിയുള്ളിയാണ് വേണ്ടത്. ഇന്നിപ്പോൾ ഞാൻ സവാള ഇട്ടിട്ടുള്ളത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഒരു 2 വറമുളകും ഈ സവാളയും മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കത് ലിവറിലേക്ക് ഇടാം. ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇങ്ങനെ നെയ്യിടുമ്പം കുറച്ചും കൂടെ ഒരു നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. പിന്നെ ഈ ലിവറൊക്കെ എപ്പോഴും കഴിക്കുന്ന ഫുഡൊന്നുമല്ല. ഇപ്പം വൺസ് ഇൻ എ വൈൽ കഴിക്കുമ്പം കുഴപ്പമില്ല. റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ലിവറിന് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഈ സ്പൈസസിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും. ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ് കേട്ടോ.